വി എസ് സുനിൽകുമാർ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. നഗ്നമായ തെളിവുകളാണ് വി എസ് സുനിൽകുമാർ. ഡോക്ടറെ, ഇത് വളരെ നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഈ ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഫ്ളാറ്റിൽ 92 വോട്ടുകൾ ഇതുപോലെ ചേർക്കപ്പെട്ടതിനെ പറ്റി വ്യക്തമായ വിവരത്തോടു കൂടി ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തതാണ്. കലക്ടർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അവർ രേഖകളെല്ലാം ഹാജരാക്കിയതായതുകൊണ്ട് അത് ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തി. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാവുക. നമ്മളിപ്പോ ഇത് നേരിട്ട് ഈ വീട്ടമ്മ പറയില്ല, 4 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു, ഈ 9 പേരെയും എനിക്കറിയില്ല, പിന്നെ എന്ത് രേഖകൾ ഹാജരാക്കി ആ രേഖ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുക, അതിനുശേഷം അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക, ഇതാണ് സംഭവിച്ചത്. ഇനി എവിടുന്ന് കിട്ടും രാഷ്ട്രീയ നീതി? ആരാണ് ഇനി ഇതിനകത്ത് ഇടപെടേണ്ടത് സുനിൽകുമാർ? അല്ല, ഇത് വളരെ ഗുരുതരമായ, അതുകൊണ്ടാണ് BJP-ക്കാർ പറയുന്നത് 75,000 വോട്ടിൽ ജയിച്ച ആളെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് അവർ പറയുന്നത്. ഇതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഒരു മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്താണ് ഒരാളെ വിജയിപ്പിക്കേണ്ടത്. മറ്റു മണ്ഡലങ്ങളിലെ ആളുകൾ ഇങ്ങോട്ടേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടല്ല വിജയിപ്പിക്കേണ്ടത്. അപ്പൊ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും BJP-ക്കാരായ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു. എങ്ങനെ കൊണ്ടിരുന്നു? ഈ ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലറിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിക്കുകയാണ്. ആ ലൂപ്പ് ഹോൾ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ജനപ്രായത്തെ നിയമത്തിൽ പറയുന്നത് എന്താ? നിങ്ങൾക്കൊരു വീടോ നിങ്ങൾക്കൊരു സ്ഥലമോ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ അവിടെ താമസക്കാരനോ അല്ലെങ്കിൽ സ്ഥിരതാമസക്കാരനായി മാറുന്നില്ല. എന്ത് വേണം? 6 മാസമെങ്കിലും അവിടെ താമസിച്ചിരിക്കണം. അത് തെളിയിക്കാനുള്ള രേഖയ്ക്ക് പകരം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു പോസ്റ്റ് കാർഡ് കൊണ്ടുകൊടുത്താൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വി എസ് സുനിൽകുമാർ എന്തായാലും ജെയ്സൺ വി എസ് സുനിൽകുമാറിനെ നേരിട്ട് കാണാൻ വരുന്നുണ്ട്. നേരിട്ട് ഈ കാര്യം നമുക്ക് കേൾക്കുകയും വേണം. ആ പ്രതികരണം നമുക്ക് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു വി എസ് സുനിൽകുമാർ.